സാധ്യതകൾക്ക് അതീതമാണ് മനുഷ്യജീവിതം എന്നുള്ളത്. ജനനം, മരണം, അപകടങ്ങൾ തുടങ്ങി ഒട്ടേറെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യ ജീവിതവും കടന്നു പോകുന്നത്. മനുഷ്യന്റെ സുരക്ഷയുടെ വാതിലുകൾ തേടിയുള്ള യാത്രകളാണ് പലപ്പോഴും ഇൻഷുറൻസ് പോലുള്ള സംഗതികളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ലൈഫ് ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ് തുടങ്ങി പല രീതിയിലുള്ള ഇൻഷുറൻസ് പോളിസികളും നമുക്കിടയിൽ ലഭ്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിൻ്റെ ഫിഖ്ഹി വശങ്ങളാണ്. സാമ്പത്തികമായ ഇടപാടുകൾക്ക് കൃത്യമായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത്. പ്രധാനമായും ഇസ്ലാമിൽ സാമ്പത്തിക ഇടപാടുകൾ 3 രീതിയിലാണ് വ്യത്യസ്തമാക്കുന്നത്. ഒന്നാമതായി റിബ അഥവാ പലിശ, രണ്ടാമതായി അറർ അഥവാ അവ്യക്തമായ രീതിയിൽ പൈസ ചെലവഴിക്കുക എന്നുള്ളത്, മൂന്നാമതായി മൈസിർ അഥവാ ചൂതാട്ട സ്വഭാവമുള്ള കാര്യങ്ങളിലേക്ക് പൈസയെ എത്തിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഇൻഷുറൻസ് പോളിസികളിൽ നാം കണ്ടുവരാറുള്ളത്, ആദ്യമായി പോളിസി ഉടമ കമ്പനിക്ക് പണം നൽകുന്നു, രണ്ടാമതായി അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി നഷ്ടപരിഹാരം നൽകുന്നു, മൂന്നാമതായി അപകടം സംഭവിക്കാതെ വന്നു കഴിഞ്ഞാൽ കമ്പനി മുഴുവൻ പണവും സ്വന്തമായി കൈവശമായി എടുക്കുകയും ചെയ്യുന്നു. ഈ ഇടപാടിൽ പലിശ, അനിശ്ചിതത്വം, ചൂതാട്ടം എന്നീ ഘടകങ്ങൾ ഉണ്ടാകുമോ എന്ന രീതിയിലേക്കാണ് പണ്ഡിതന്മാരുടെ ചർച്ച പോകുന്നത്. ലൈഫ് ഇൻഷുറൻസ് എന്ന മേഖലയിൽ പ്രധാനമായും പണ്ഡിതന്മാർ 2 രീതിയിലാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇതിനെ എതിർക്കുന്നവർ പറഞ്ഞിട്ടുള്ള കാരണം ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് ഒരു ഉറപ്പില്ലാത്ത കരാറാണ് എന്നുള്ളതും ഇതിൽ ചൂതാട്ടം ഉൾക്കൊള്ളുന്നുണ്ട് എന്നതിനാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പലിശ ഇടപാടുകൾ നടത്തുന്ന കമ്പനികൾ ആണ് എന്നുള്ളതുമാണ്. എന്നാൽ ആരോഗ്യ സംരക്ഷണം, കുടുംബത്തിന്റെ ഭാവി ഉറപ്പാക്കൽ തുടങ്ങിയ സാമൂഹിക പരിരക്ഷകളാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നുള്ള ന്യായം. ചിലർ ഇത് വെറും ഒരു സുരക്ഷിത മാർഗം മാത്രമാണ്, ചൂതാട്ടമല്ല എന്നും അഭിപ്രായപ്പെടുന്നു. ചില പണ്ഡിതന്മാർ ഇൻഷുറൻസ് എന്നുള്ളത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്, യാതൊരു തരത്തിലും അതൊരു ചൂതാട്ടമായി മാറുകയില്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് പോളിസികൾക്ക് പകരം ഇസ്ലാമിക് ഫൈനാൻസ് മുന്നോട്ട് വെക്കുന്ന തക്കാഫുൽ എന്ന മാർഗരേഖയിലേക്ക് എല്ലാവരും പിൻപറ്റണം എന്നാണ് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. തക്കാഫുൽ എന്നാൽ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. അഥവാ എല്ലാവരും ഒരുമിച്ച് ഒരു ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നു, നഷ്ടം നേരിടുന്നവർക്ക് അതിൽ നിന്നും സഹായം ലഭിക്കുന്നു. ഇതിൽ പലിശയോ അനിശ്ചിതത്വമോ അതുപോലെ തന്നെ ചൂതാട്ട സ്വഭാവമോ ഇല്ല. പകരം ഒരാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാവരുടെയും നിന്നുമുള്ള ഒരു സംഭാവനയാണ് ഇതിൽ നിന്നും കണക്കാക്കപ്പെടുന്നത്. തക്കാഫുൽ എന്ന ഈ ഒരു സമ്പ്രദായം മലേഷ്യ, സൗദി അറേബ്യ, UAE, സുഡാൻ തുടങ്ങി പല രാജ്യങ്ങളിലും വളരെ വിജയകരമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്ത്യയിലും ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് ഹറാമാണോ ഹലാലാണോ എന്ന ചർച്ച വീണ്ടും തുടർന്നു പോവുകയാണ്. എന്നാൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇസ്ലാം സുരക്ഷയും നീതിയും സഹകരണവും ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. തക്കാഫുൽ പോലെയുള്ള സംവിധാനങ്ങൾ വഴി ഭാവിയിൽ ഒരു സമാധാനപരമായ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളും ലഭ്യമാകും. അവസാനമായിട്ടുള്ള ചോദ്യം എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്കാണ്. നമ്മുടെ സാമ്പത്തിക സുരക്ഷ വിശ്വാസത്തോടും ഇസ്ലാമിക മൂല്യങ്ങളോടും പൊരുത്തപ്പെടുന്നുണ്ടോ?